നിക്ക്. എന്താടി, ഒരാൾ വീട്ടിൽ വന്ന് കയറിയാൽ ചായയോ വെള്ളമോ കൊടുക്കണം അറിഞ്ഞൂടെ? പോയി ചായ എടുത്തോണ്ട് വാടി. എന്താടാ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയി പഠിക്കടാ. നിക്ക്, ആ ഫാനും കൂടി ഇട്ടു പോ. ആ, ഞാനിങ് എത്തി. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എപ്പോ മടങ്ങണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ആ ശരി, വെച്ചേക്ക്. അച്ഛാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നീ? പിന്നെ മുറിയിൽ തിരക്കി അച്ഛൻ. അച്ഛാ, മോനെ, ഒരു വീടാകുമ്പോ ഒക്കെ ഉണ്ടാവും. സങ്കടവും സന്തോഷവും ചേരുമ്പോഴേ ജീവിതമാവുകയുള്ളൂ. കർക്കട കാറ്റ് വീശും. അതിൽ ആടി ഒലിഞ്ഞു പോകാതെ നിന്നാലേ ആവണി നിലാവ് കാണാനൊക്കെ. അച്ഛാ, പിറന്നു വീണ അന്ന് മുതൽ അച്ഛൻ ഈ പറഞ്ഞ കർക്കിടക കാറ്റും ആവണി നിലാവൊന്നും ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല ഞാൻ. ഇടം കൈയിൽ എന്റെ ബ്രോയുടെ കരുതലോടുള്ള ഒരു പേടിയുണ്ടായിരുന്നു. ഇതുവരെ അരവിന്ദൊന്നിനും ഭയന്നിട്ടില്ല അച്ഛാ, പതറിയിട്ടില്ല. കാരണം അർജുനെ പോലെ ഒരു കൂടപ്പുറപ്പുണ്ട് എനിക്ക്. മോനെ, അവൻ അർജുനൻ തന്നെയാണ്. അച്ഛനോടും കൂടപ്പുറപ്പുകളോടും നീതി മാത്രം കാണിച്ച അർജുനൻ. അവൻ മടങ്ങി വരും, എന്റെ മകനായിട്ട്, നിന്റെ ഏട്ടനായിട്ട്. ഈ ശ്വാസം ഇന്നും നിലയ്ക്കാതിരിക്കുന്നത് അത് കാണാനാണ്. പ്രതീക്ഷയാണ് മോനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉത്തരങ്ങളെല്ലാം നമുക്കറിയാമെങ്കിലും അത് ആത്മവിശ്വാസം നൽകണമെന്നില്ല. എന്നാൽ എല്ലാ ചോദ്യങ്ങളെയും നേരിടാൻ നമ്മൾ തയ്യാറായാൽ ആത്മവിശ്വാസം തന്നെ വരും. എന്റെ മകൻ മടങ്ങി വരില്ലെന്ന് ഒരു നിമിഷം തോന്നിപ്പോയാൽ അതായിരിക്കും ഈ അച്ഛനകത്തേക്ക് വെച്ചെടുക്കുന്ന അവസാനത്തെ ശ്വാസം. എന്റെ അച്ഛൻ സങ്കടപ്പെടല്ലേ? എനിക്ക് നഷ്ടപ്പെട്ടു പോയ നിധിയെ കണ്ടെത്താൻ കരുത്തുള്ള ഒരു മകൻ നെഞ്ചും വിരിച്ച് കൂടെ ഉള്ളപ്പോഴും നീ എന്ന അമ്മയോട് പറയുന്നത് കേട്ടല്ലോ, നീ ഒന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കാത്ത ദൂരത്തൊന്നും നിന്റെ പുറം പോകില്ലെന്ന്. അതിലെനിക്ക് വിശ്വാസമുണ്ട്. നിനക്കറിയാത്തതൊന്നും അവനിലില്ല. സൗഹൃദങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അതെ. നമുക്ക് തേടി കണ്ടുപിടിക്കാം അവനെ തേടി ഏത് കൊടുങ്കാട്ടിലുള്ള കോട്ടയിലേക്കും അച്ഛൻ വരും നിന്റെ കൂടെ. പാത എത്ര ദുർഘടമായാൽ. കാരണം അച്ഛനറിയാം, തളർന്നാൽ ഈ തോളുണ്ടെന്ന്. അച്ഛാ,
നമുക്ക് അന്വേഷിക്കാം അവനെ. വാടാ മോനെ, വാ. ആരാ ഈ സമയത്ത്? പ്രിയങ്ക തിരിച്ചു വരാൻ സമയമായിട്ടില്ലല്ലോ. ആ അങ്കിളോ? കേറി വാ അങ്കിൾ, ഇരിക്ക്. ഇരിക്കങ്കിൾ. എപ്പോഴും വളരെ സീരിയസ് ആയി നടക്കുന്ന അങ്കിളിന് എന്താ ഇന്നൊരു ചിരി? മനസ്സിന് ആഹ്ലാദം പകരുന്ന വാർത്തകളല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നേ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്കിളിന് വലിയൊരു കൺഗ്രാറ്റ്സ് പറയാൻ കാത്തിരിക്കായിരുന്നു. അപ്പോഴാ തിരിച്ചഭിനന്ദിക്കുന്നത്. ശത്രുക്കളെ തകർക്കാൻ യുദ്ധതന്ത്രങ്ങൾ മാറ്റിവെച്ച് കൗശലങ്ങൾ പ്രയോഗിക്കുന്ന ഒരു ബുദ്ധിരാക്ഷസൻ. ആനന്ദനെ കൊണ്ടുപോയി കൊന്ന് കരിച്ച് ചാരം കടലിൽ ഒഴുക്കിയിട്ടായിരിക്കും ഒന്നും അറിയാൻ പാടില്ലാത്തതുപോലെ ശാന്തനായി വന്ന് എന്റെ മുമ്പിൽ ഇരിപ്പിരിക്കുന്നത്. അങ്കിളിന് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. ഇവളാണ് നാഗമ്പടത്തെ യഥാർത്ഥ രാജവെമ്പാല. തൃച്ചംബരത്തേക്ക് ഊർന്നിറങ്ങി പണം വിരിച്ച് ഇരുൾമറ പറ്റിയിരുന്നിട്ട് സാധിക്കാത്തത് മാളത്തിൽ ഒതുങ്ങിയിരുന്ന് തഞ്ചവും തരവും നോക്കി ഒറ്റ ദംശനം കൊണ്ട് സാധിച്ചെടുത്തില്ലേ. ഉഗ്രവിഷമിറങ്ങി രക്തം പിരിഞ്ഞ് ശരീരമാകെ കരുനീലിച്ച് ഏത് ചതുപ്പിലായിരിക്കും അവൻ ഒടുങ്ങിയിട്ടുണ്ടാവുക? അങ്കിളെന്താ എന്നെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ആ പോട്ടെ, പറയൂ അങ്കിൾ, അവനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? കൊന്നത് എവിടെ വെച്ചാ? എങ്ങനെയാ കൊന്നത്? അവനോട് അവസാനത്തെ ആഗ്രഹം വല്ലതും ചോദിച്ചായിരുന്നോ? അവൻ എന്താ പറഞ്ഞത്? ഗംഗേ, ഞാൻ നിന്റെ അമ്മാവനാ. നീയേ എന്റെ മുമ്പിൽ നാടകം കളിക്കണ്ട. നിനക്കു മാത്രമായിട്ട് അവനോട് പ്രതികാരമില്ല. പ്രതികാരം നാഗപടത്തിന്റേതാ. അവന്റെ കഥ കഴിഞ്ഞെങ്കിൽ അതിൽ സന്തോഷിക്കേണ്ടത് നമ്മളെല്ലാവരും കൂടിയാ. എനിക്ക് അവനോട് മാത്രമായിരുന്നു പ്രതികാരം. അഖിലാണ്ടേശ്വരിയോടും തൃച്ചംബരത്തോടും അല്ല, അവനോട്, ആനന്ദിനോട്. പ്രതികാരദാഹിയുടെ ചോര പൂക്കൾ നിറഞ്ഞ മനസ്സിലേക്ക് പ്രണയത്തിന്റെ നീലക്കടമ്പുകൾ എറിഞ്ഞ് അപമാനിച്ചവനോടുള്ള അടങ്ങാത്ത പ്രതികാരം. ചോര കുടിക്കാനുള്ള പ്രതികാരദാഹം. അവന്റെ ചോര കുടിച്ചോ നീ? അങ്കിളെ, അങ്കിൾ അതിബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. ആരെയും വിശ്വസിക്കില്ലെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയും ചതിക്കുന്നവന്റെ കാതുകൾ ഉണർന്നിരിക്കുന്നുണ്ടെന്ന് തറപ്പിച്ച് വിശ്വസിക്കുന്നയാള്. എങ്കിലും ഞാൻ ചോദിക്കുന്നു, പറയങ്കിൾ, എവിടെയാ അവന്റെ ശവമാടം? ശവമാടത്തിൽ പൂക്കളർപ്പിക്കാനോ അവിടെ ചെന്ന് കുറ്റബോധം ഇറക്കി വെക്കാനോ ഒന്നും അല്ല. അതിന്റെ മുകളിൽ കൂടി ഒന്ന് ചവിട്ടിക്കൊഴിച്ച് നടക്കാനോ? സാക്ഷാൽ ദൈവം എന്ന് ചോദിച്ചാലും നീ ആ സത്യം തുറന്നു പറയില്ല. വേണ്ട, അത് നിന്നോടൊപ്പം തന്നെ അടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യട്ടെ. ഏതായാലും തൃച്ചംബരം കുടുംബത്തിലെ ഒരു അംഗത്തെ ഇല്ലാതാക്കിയല്ലോ.
ഗിരിരാജവർമ്മയ്ക്ക് അത് മതി. ഓ, മനസ്സ് ഒന്ന് തണുത്തു. അങ്കിൾ പോവാണോ? ഇതിലും അപ്പുറം നീയൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇത് കുടിക്കങ്ങളെ. ഇതിനകത്ത് ഒരു ചോരയുടെ മണമുണ്ടല്ലോ അനന്തരവളെ. ഇതിനും അതേ മണം. അങ്കിളിന് പണ്ടേ ഈ ചോരയുടെ മണത്തോട് പ്രിയവാ. ആ, പിടിക്കേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ജയന്തി, ജയന്തി, ഓ ഇവളിത് എവിടെ പോയി കിടക്ക? ജയന്തി, ജയന്തി, നീ ഇതെവിടെയായിരുന്നു? ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? അല്ലെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നിന്നെ ഒരിടത്തും കാണൂല. ആന്റി കിച്ചണിൽ അന്വേഷിച്ചായിരുന്നോ? ഇല്ലല്ലോ. അന്വേഷിച്ചു പോലും. ഒരു വീട്ടിലെ ഏറ്റവും പരമപ്രധാനമായ സ്ഥലമാണ് കിച്ചൺ. അവിടെ തിരക്കോ ആന്റി? ഒരർത്ഥത്തിൽ പറഞ്ഞ വീടിന്റെ ഹൃദയമാണ് കിച്ചൺ. അതിന്റെ സ്പന്ദനം നിലച്ച എല്ലാം തീർന്നു. ആന്റി, എന്തു ഞാൻ സഹിക്കും. പക്ഷേ കിച്ചണിൽ എപ്പോഴും വറുക്കലും പൊരിക്കലും ഒക്കെ നടന്നില്ലെങ്കിലേ കിച്ചൺ ചത്തു. അങ്ങനെ ഉണ്ടായാൽ ഞാൻ എന്റെ പാട്ടിന് പോവേ. അയ്യോ കഷ്ടം. കിച്ചണിൽ ചെന്നപ്പോ കുറിക്കാൻ പോലും ഒരു വറ പൊരിയില്ല. അവസാനം ഞാൻ ഫ്രിഡ്ജ് തുറന്ന് 2 കവർ പച്ചപ്പാൽ എടുത്ത് കുടിച്ചിട്ടാ വന്നത്. തൊഴുത് നിന്നെ. ആ അത് പോട്ടെ. നിന്നെ ഒരു കാര്യം ചുമതലപ്പെടുത്താനാ ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നത്. എന്താ കാര്യം? ഒരു ചെറിയ ചാരപ്പണി. ചാരപ്പണിയോ? അതെന്താ ചാരപ്പണി? ആന്റി, എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്താന്ന് വെച്ചാ പറയേ. എടി, ജെയിംസ് ബോണ്ടിന്റെ പണിയാ ചാരപ്പണി. നീ ഔട്ട് ഹൗസിലൊന്ന് പോണം. അവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് വള്ളി പുള്ളി വിടാതെ കണ്ടും കേട്ടും മനസ്സിലാക്കി ഇവിടെ വന്ന് എന്നോട് പറയാം. എന്റെ ആന്റി, ആ കല്യാണം ആകെപ്പാടെ തകർന്നിരിക്ക. ഇപ്പൊ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാ അവള് കമാന്നൊരു അക്ഷരം മിണ്ടില്ല. ആ ചെറുക്കനാണെങ്കിൽ എന്നെ പോലെയാ. വിശന്നാ പിന്നെ കണ്ണു മൂക്ക് കാണില്ല. അവ എന്നെ കണ്ട കൊന്നു തിന്നുകളയും. എല്ല് പോലും മിച്ചം വെക്കില്ല. വിശപ്പിന്റെ പ്രതികാരം ആന്റിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. ലോകത്തിലെ ഏറ്റവും വലിയ വികാരമാണ് വിശപ്പ്. എടി, അവൻ ഇപ്പൊ നിന്നെ ഒന്നും ചെയ്യില്ല. നീ ഇപ്പൊ പോകുന്നതേ കല്യാണിയുടെ ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാ. സങ്കടപ്പെട്ടിരിക്കുന്ന അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണം. ഓ,
ഓ മനസ്സിലായി മനസ്സിലായി. ആട്ടും തോലണിഞ്ഞ ചെന്നായ, അതല്ലേ ഞാൻ കെട്ടിയാടേണ്ട വേഷം. അതെ, ചില സമയത്ത് നിനക്ക് ചാണക്യന്റെ ബുദ്ധിയാ. എന്നാ മറ്റു ചില സമയത്തെ കോവർ കഴുതയുടെ. പോ. ജയന്തി, നോക്ക്, നിന്നെ ഞാൻ അയക്കുന്നത് ചെറിയൊരു കാര്യത്തിനല്ല. ആനന്ദിന്റെ മിസ്സിംഗ് ആനന്ദും അവളും തമ്മിലുള്ള കള്ളക്കളിയാണോ എന്നൊന്നറിയണം. അവൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൾ ആശ്വസിപ്പിക്കുന്നു എന്ന വ്യാജേന അവളുടെ കണ്ണീന്നും മനസ്സിന്നും നീ അത് വായിച്ചെടുക്കണം. നോക്ക്, പറ്റുമെങ്കിൽ അവളുടെ മൊബൈൽ നീ ഒന്ന് പരിശോധിക്കണം. അതില് ഏട്ടൻ എന്ന ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏട്ടനെ വിളിച്ചിട്ടുണ്ടോ, ആ കോളിന്റെ സമയവും ഡേറ്റും നോട്ട് ചെയ്യണം. അവൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായും പിടികിട്ടും. കാരണം നിനക്ക് ഈ വക വിദ്യകളിലൊക്കെ നല്ല വൈദഗ്ധ്യം ഉണ്ടല്ലോ. അയ്യോ, ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ. ഞാനൊരു പോലീസ് നായയുടെ ഘ്രാണശക്തിയോടെ ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. ആയിക്കോട്ടെ, ഏത് ഗർത്തത്തിലും ഒളിപ്പിച്ച രഹസ്യം മണത്തറിയും ഞാൻ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓക്കെ. പിന്നെ പരിക്കൊന്നും പറ്റാതെ തിരികെ വരാൻ അമ്പലത്തില് 2 or 3 കൂട്ടുപായസം നേർന്നിരിക്കണം. ഒരു കൂട്ടുപായസം ഒരു ചോറ്റുപാത്രം നിറയുണ്ടാവും. പിന്നെ സുജാതയെ വിളിച്ച് 2 ചിക്കൻ 65 കൂടി പറഞ്ഞേക്കും. എന്നെ ആരെങ്കിലും തിന്നില്ലെങ്കിലേ എനിക്ക് തിരിച്ചു വരുമ്പോ തിന്നാനാ. കേട്ടോ? വല്യുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതാ ഇത്. വല്യുഞ്ഞൊന്ന് കണ്ടതുപോലും ഇല്ലല്ലോ. വല്യുഞ്ഞ് എവിടെയാ വല്യുഞ്ഞെ? ഞങ്ങൾ എന്ത് വിഷമിക്കുന്നുണ്ടെന്ന് വല്യുഞ്ഞിനറിയോ? ഒന്ന് വേഗം വാ വല്യുഞ്ഞെ. സ്കൂട്ടറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ആരാ വന്നത്? അനിയൻകുട്ടാ, അകത്താരാ വന്നേ? ഈ സ്കൂട്ടർ ആരുടേതാ? വല്യുഞ്ഞിന് വേണ്ടി വാങ്ങിയതാ. അയ്യോ, ആനന്ദേട്ടന് വാങ്ങിയതാണോ? അയ്യോ, സ്കൂട്ടറൊക്കെ കൊള്ളാം അനിയൻകുട്ടാ. എന്നിട്ട് ആനന്ദേട്ടൻ സ്കൂട്ടറിലല്ലേ പോയത്? വല്യുഞ്ഞി ഇതുവരെ സ്കൂട്ടർ കണ്ടില്ല. ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാനും ചേച്ചി വാങ്ങിയതാ.